ബെൽജിയത്തിനെതിരായ ഞായറാഴ്ചത്തെ ഗോൾ രഹിത സമനിലയ്ക്ക് ശേഷം ഇറാൻ ഫുട്ബോൾ ടീം സോഫി സ്റ്റേഡിയത്തിലെ തങ്ങളുടെ ലോക്കർ റൂമിൽ വികാരനിർഭരമായ ഒരു കത്ത് ബാക്കി വെച്ചാണ് മടങ്ങിയത്. തങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിന് ലോസ് ആഞ്ചൽസിനോട് നന്ദി പറഞ്ഞ താരങ്ങൾ ലോകകപ്പ് യാത്രയ്ക്കിടെ ഉണ്ടായ കഠിനമായ സാഹചര്യങ്ങളിലും സമാധാനത്തിനായി തങ്ങളുടെ പ്രതീക്ഷ അത് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രതിസന്ധികളും വെല്ലുവിളികളും മറികടന്ന് വിശ്വമാമാങ്ക വേദിയിലേക്ക് കളിച്ച 2 മത്സരങ്ങളും സമനില. ഈ ലോകകപ്പിൽ ഇറാനും ഫുട്ബോൾ ആരാധകരുടെ ഫേവറിറ്റുകളാവുകയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബെൽജിയത്തിനെതിരായ മത്സരശേഷം ഡ്രസ്സിംഗ് റൂമിൽ എഴുതിവെച്ച ഒരു കത്താണ് നിലവിലെ ചർച്ച. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള പുരാതന പേർഷ്യ മുതൽ ഇന്നത്തെ സിവിലൈസ്ഡ് ഇറാൻ വരെ ഇറാന്റെ വീര്യം സജീവവും ദൃഢവുമായി നിലനിൽക്കുന്നു. അഭിമാനത്തോടെയാണ് ലോസ് ഏഞ്ചൽസിലേക്ക് ഞങ്ങളെത്തിയത്. ലോസ് ഏഞ്ചൽസ് നൽകിയ ആതിഥ്യ മര്യാദയ്ക്ക് നന്ദി. മാന്യതയോടെ മത്സരിച്ചു, അന്തസ്സോടെ മടങ്ങുന്നു. ഈ 180 മിനിറ്റിൽ ഉടനീളം ഇറാനുവേണ്ടി ഹൃദയവും ശബ്ദവും ആത്മാവും നൽകിയ ഓരോ ഇറാനിക്കും നന്ദി. എല്ലാ രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനവും ബഹുമാനവും സൗഹൃദവും നിലനിൽക്കട്ടെ. ഇതാണ് കത്തിന്റെ ഉള്ളടക്കം. ഈ ചിത്രം മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ചതാണ്. ഇറാന്റെ മിനാബ് നഗരത്തിലെ ഒരു സ്കൂളിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ 168 പിഞ്ചോമനകളുടെ ജീവനാണ് പൊലിഞ്ഞുപോയത്. ഇത് ഓർമ്മിപ്പിക്കുന്ന ഹാഷ്ടാഗുകളും കത്തിലുണ്ട്. ഗ്രൂപ്പ് ജിയിലെ അവസാന മത്സരത്തിൽ സിയാറ്റിലിൽ വെച്ച് ഈജിപ്തിനെ നേരിടാനൊരുങ്ങുന്ന ഇറാന് നോക്കൌട്ട് പ്രതീക്ഷകളും സജീവമാണ്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.